ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പൊതിച്ചോറാണ്. കാരണം ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. മോള് ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. സാധാരണ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്ന സമയത്ത് പിറ്റേന്ന് വളരെ ലൈറ്റായിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നോൺ വെജൊക്കെ കൂടുതൽ കഴിക്കുന്നതല്ല. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെയല്ല. ഇപ്പം പകൽ നോൺ വെജ് ആണെങ്കിൽ രാത്രിയിൽ നോൺ വെജ് കഴിക്കില്ല. ഞാൻ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പം ഞാൻ പിറ്റേന്ന് എപ്പോഴും വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അത് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം. പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക്കല്ലേ. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കഴിക്കുന്നതും ആ ഇലയുടെ മണമൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന്. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ നേരം അമ്മയൊക്കെ ഉണ്ടാക്കി തരില്ലേ രാവിലെ പൊതി. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാം. അപ്പം ഞാൻ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് മട്ടേരിയാണ്. സാധാരണ ഞാൻ മട്ടേരിയാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റേ ബസ്മതി അരിയൊന്നും നമ്മൾ സാധാരണ കറികളുടെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ബസ്മതി അരി ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പം ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ മട്ടേരി ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അരി ഇട്ടെടുക്കുകയാണ്. കുറച്ച് നേരം എടുക്കും ഇത് വേവാൻ. കുക്കറിൽ വെക്കാനാണെങ്കിൽ ഹസ്ബൻഡ് സമ്മതിക്കുകയില്ല, ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ അരി അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചക്ക ഞങ്ങളങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചക്കക്കുരു തോരൻ വെക്കാം. അതിനുവേണ്ടി ഞാൻ കുരുവൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ്. അതിൻ്റെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രൗൺ തൊലി അതങ്ങനെ ഞാൻ കളയാറില്ല. അതിലാണല്ലോ കുറച്ച് കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കളയാറില്ല. അങ്ങനെ ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി. ഞാനിപ്പം തോരന് വേണ്ടി നീളത്തിലാണ് അരിയുന്നത്. എൻ്റെ അമ്മൂമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നീളത്തിൽ ചക്കക്കുരു അരിയുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ചക്കക്കുരു എല്ലാം അരിഞ്ഞ് നമുക്കത് ഇനി വേവിക്കാൻ വെക്കാം. അത് ഞാനൊരു ചട്ടിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കക്കുരുവും വേവിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തത് 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങുമാണ്. അപ്പോൾ ഈ ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ചെറുപ്പത്തിലൊന്നും ക്യാരറ്റ് മെഴുക്ക് വരട്ടി കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സ്കൂളിൽ ചെന്ന് അമ്മ അങ്ങനെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഒന്നും ഉണ്ടാക്കാറില്ല. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്നും അവൾ ക്യാരറ്റ് മെഴുക്ക് വരട്ടി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുമല്ലോ സ്കൂളിലൊക്കെ. അങ്ങനെയാണ് ക്യാരറ്റ് കൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അത് എപ്പോഴും ഞാനിവിടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടാൻ എടുക്കുമ്പോൾ അവളെ ഓർമ്മ വരുന്നത്. ഞാൻ സാധാരണ ക്യാരറ്റ് മെഴുക്ക് വരട്ടാൻ എടുക്കുമ്പം ക്യാരറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടമല്ല ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. ക്യാരറ്റ് മെഴുക്ക് വരട്ടി എന്നല്ല, അവൾ ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കും, വേവിച്ചാൽ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി കൂടെ അത് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് കൂടെ എടുത്ത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിച്ചോളൂ. അങ്ങനെ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അങ്ങ് വെന്തുടഞ്ഞു പോകുമല്ലോ. നമുക്ക് ഇന്ന് മെഴുക്ക് വരട്ടിയായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, എല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ടാണ് ഞാൻ പിന്നെ
എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പോൾ അതെല്ലാം വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്താൽ മതി. അരപ്പിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളി അതും കൂടെ ചതച്ച് ആണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അരപ്പെല്ലാം ഇട്ടിട്ട് എല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഒരു 1-2 മിനിറ്റ് നമുക്ക് അരപ്പ് വേകാൻ വേണ്ടി അടച്ചു വെക്കണം. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ മാത്രം അതിനകത്തോട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ താളിച്ചൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അരിയെല്ലാം ഊറ്റിയെടുക്കണം. ഇനി നമ്മുടെ മെഴുക്കുവരട്ടി എന്തായെന്ന് നോക്കാം. മെഴുക്കുവരട്ടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്താൽ മതി. ഞാനിങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നീടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരില്ല. ഞാൻ പൊതുവേ എണ്ണ ഒരുപാട് കുറവാണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കളറിന് വേണ്ടി ഒരു ലേശം മുളക് പൊടിയും കൂടെ യൂസ് ചെയ്യും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിടാം. ഇനി വേണ്ടത് നമുക്ക് മുട്ട ഉണ്ടാക്കാം. മുട്ട ഹസ്ബൻഡ് നമ്മുടെ നാടൻ കോഴിമുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ അല്ലാത്ത മുട്ട ഞാൻ കഴിക്കാറില്ല, എനിക്കത് പിടിക്കത്തില്ല. നാടൻ മുട്ടയാണെങ്കിൽ ഞാൻ കഴിക്കും. അപ്പം ഹസ്ബൻഡ് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും സവാള, പച്ചമുളകല്ല ഇട്ടത്, ഞാൻ ഇട്ടത് ചില്ലി ഫ്ലേക്സാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുട്ട അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുമിച്ചങ്ങ് മുട്ട ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് മുറിച്ചെടുത്താൽ മതിയല്ലോ, പിന്നെ ഓരോന്നോരോന്നായിട്ട് എടുക്കണ്ടല്ലോ. ഇതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഒരുമിച്ചങ്ങ് ഒഴിച്ച് എന്നിട്ട് ഇനി അത് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന വിഭവങ്ങളില്ലേ, അതൊക്കെ തന്നെ. വലിയ ആർഭാടമൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറ് ഉണ്ടാക്കാം. നമുക്ക് ഇലയിലെല്ലാം വിളമ്പാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അമ്മ എനിക്ക് ചോറ് തന്നിടുമ്പോൾ തൈരും കൂടെ വെക്കും. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ തൈരും കൂടെ വെക്കുവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊതി റെഡിയായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ 4 പൊതിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കുറച്ച് നേരം ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും ഹസ്ബൻഡും ഓഫീസ് കഴിഞ്ഞെത്തും. അങ്ങനെ ഞാനും മോളും കഴിക്കാനിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് വന്നിരുന്നു. ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ച് മോനും കൂടെ. അവർ രണ്ടുപേരും വീഡിയോയ്ക്ക് സമ്മതിച്ചില്ല. അപ്പോൾ ഞാനും മോളും കൂടെ പിന്നീടാണ് ഇരുന്നത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കാറുള്ളത്. പക്ഷെ അവൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും അവളും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തൈരിട്ടത് കൊണ്ട് കുറച്ച് എല്ലായിടത്തും തൈര് ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല
അടിപൊളിയല്ലേ നമ്മുടെ പൊതിച്ചോറ് കഴിക്കാൻ, തൈരൊക്കെ ആയിട്ടെല്ലാം കൂടെ മിക്സായത്. അപ്പം ഞങ്ങൾ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പം മോളുടെയും വീഡിയോ എടുക്കാൻ അവൾ സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം അവരെല്ലാവരെയും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പൊതിച്ചോറിൻ്റെ കഥ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ഇടാത്തത് കൊണ്ട് എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും